ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ബിരിയാണിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റായിൽ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ആക്കുമോ, അതിൻ്റെ ഫുൾ റെസിപ്പി പറഞ്ഞുതരുമോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും സപ്പോർട്ട് ആക്കാനും മറക്കണ്ട. ഇതൊരു സ്പെഷ്യൽ ബിരിയാണി, ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലും ഉണ്ടാക്കുന്നത്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ബിരിയാണി പോലെയല്ല ഇത്, കുറച്ച് വേറെ. അത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും എന്ത് ഡിഫറെൻറ്റ്, എന്തിലേക്ക് ഡിഫറെൻ്റ് ആയിട്ട് ആഡ് ആക്കുന്നത് എന്നെല്ലാം. ഇത് ഉണ്ടാക്കുന്ന രീതിയും കുറച്ച് വേറെ തന്നെ. ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതെന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ എൻ്റെ അടുത്ത് ഷെയർ ആക്കി. ബിരിയാണി ലവേഴ്സിനും കുറേ എന്തെല്ലാം വെറൈറ്റി ഫുഡെല്ലാം ട്രൈ ആക്കി നോക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും ഈ റെസിപ്പിയും. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ആക്കിയിട്ട് നോക്കേണ്ട ഒരു റെസിപ്പി. ഫസ്റ്റ് നമ്മൾ ഈ എല്ലാ ബിരിയാണിയിലും ചെയ്യുന്ന പോലെ തന്നെ ഉള്ളി മുറിച്ചിട്ടെടുക്കണം, നീളത്തിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ട്. എപ്പോഴും ബിരിയാണിക്ക് ഉള്ളി മുറിക്കുമ്പോഴേക്ക് നീളത്തിൽ തന്നെ മുറിക്കണം, തിന്നായിട്ട് തന്നെ മുറിക്കണം ഈ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന ഉള്ളി. അന്നെങ്കിൽ പെട്ടെന്ന് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആക്കിയിട്ട് കിട്ടും അത്രേ. അപ്പോൾ ചട്ടി വെച്ചിട്ട് അത് ചൂടായിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ആക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ട്. എണ്ണ ചൂടായിട്ടാകുമ്പോഴേക്ക് നമുക്ക് കട്ടാക്കിയിട്ട് വെച്ച ഉള്ളി ഇട്ടു. ഉള്ളി ഫ്രൈ ആക്കുമ്പോഴേക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ആക്കാൻ കഴിയുക, എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഉള്ളിൽ ഉള്ളി ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ കഴിയും അത്ര. പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ബിരിയാണിക്കും ടേസ്റ്റ് ഉണ്ടായില്ല, ഒരു കരിഞ്ഞ ഇത് വരും ചൊവ്വ. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി ഫ്രൈ ആക്കിയിട്ട് എടുക്കും. കുറച്ച് സമയം എടുക്കും, അന്നെങ്കിലും അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അന്നെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ കളറായിട്ടുള്ള ഇത് കിട്ടും അത്രേ. പിന്നെ ഈ ബിരിയാണിയിൽ നോർമലി നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന പോലെ മസാല ഉണ്ടാക്കാനില്ല. ഉള്ളി, ടൊമാറ്റോ, ചില്ലി ഇതെല്ലാം ഇട്ടിട്ട് വഴറ്റിയിട്ട് മസാല ഉണ്ടാക്കാനില്ല. ആകെ ഇടുന്ന ഓണിയൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഫ്രൈ ആക്കിയിട്ടെടുത്ത ഈ ഓണിയനെ മാത്രം നമ്മൾ യൂസ് ആക്കുന്നത്. ടൊമാറ്റോ യൂസ് ആക്കുന്നത് പൂങ്ങിയിട്ടെടുത്ത ടൊമാറ്റോയും. അപ്പോൾ അതൊരു സ്പെഷ്യലിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ബിരിയാണി ഉണ്ടാക്കാൻ ഈസി, അതിനാട്ടി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് ഈ ബിരിയാണി എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും വെക്കും. അപ്പോൾ ടൊമാറ്റോ നമുക്ക് വേവിച്ചിട്ട് എടുക്കണം. നല്ലോണം വേവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി, അതിൻ്റെ സ്കിൻ റിമൂവ് ആകുന്ന പോലെ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അരി വെള്ളത്തിലിട്ടിട്ട് വെക്കണം വാഷാക്കിയിട്ട്. ഞാനിവിടെ ബസ്മതി റൈസ് എടുക്കുന്നത്. ബസ്മതി റൈസ് തന്നെ എടുക്കുന്നത് നല്ലത്. ചെറിയ മറ്റേ ജീരകശാല അരി എന്തും എനിക്കത്ര ഷൂട്ടാവും നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇത് ഉണ്ടാക്കുന്ന രീതി കുറച്ച് ചേഞ്ച് ആയതിനോണ്ട് ഏറ്റവും ബെറ്റർ ഈ ബസ്മതി റൈസ് തന്നെ എടുക്കുന്നത്. അരി നമുക്ക് വാഷാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സ്പൈസസ് എടുത്തിട്ട് അത് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി പൊടിക്കാനുള്ളത് ഇത്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് എന്നിട്ട് കയ്യിലേക്ക് തന്നെ മുളക് പൊടി, മല്ലിപ്പൊടിയും ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുക്കണം. നല്ലോണം ചൂടാക്കണമെന്നില്ല, കരിഞ്ഞു പോവും. അപ്പോൾ അതെല്ലാം ഒന്നാകെ നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കാം. ഇത് പൊടിച്ചിട്ടെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നു ഈ മസാലക്ക്. നിങ്ങൾക്കിത് വേണമെങ്കിൽ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് വെച്ചെങ്കിൽ വേറെ കറിക്കുക അല്ലെങ്കിൽ വേറെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കയ്യിലേക്കും നിങ്ങൾക്ക് യൂസ് ആക്കാം. അപ്പോൾ വേറൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് പച്ചമുളക്, ഓൾറെഡി വേവിച്ചിട്ട് വെച്ച ടൊമാറ്റോവും പിന്നെ ഫ്രൈ ആക്കിയിട്ട് വെച്ച ഓണിയനും എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആ പൊടിച്ച് വെച്ച മസാല അതെല്ലാം ഒന്നാകെ മിക്സ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടും. ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം ഫൈനായിട്ട്. പിന്നെ നമുക്ക് ഇതാ ചിക്കനിലോട്ടിട്ടിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര്, പിന്നെ ഓൾറെഡി നമ്മൾ നേരത്തെ എല്ലാം മസാല പൊടിച്ച് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതും, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കസൂരി മേത്തി അതും കൂടി ഇതിലേക്ക് ഇടണം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒന്നാകെ ചിക്കനിലേക്ക് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് കുറച്ച് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കണം, ചിക്കനിലേക്ക് മസാലയും ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് ഓൾറെഡി വെള്ളത്തിലിട്ടിട്ട് വെച്ച് ബസ്മതി റൈസ് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. അരി വേവാനുള്ള വെള്ളം വെച്ചിട്ട് വെള്ളം ചൂടാകുമ്പോൾക്ക് അതിലേക്ക് സ്പൈസസ് ഇട്ടിട്ട് ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഹസ്സയുടെ ഓയിൽ യൂസ് ആക്കുന്നത്. അപ്പോൾ അരി വേവിക്കുമ്പോൾ ഓയിൽ ഒഴിച്ചെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കില്ല, ഇങ്ങനെ അരി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. വെള്ളം ചൂടാകുമ്പോൾ അരി ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട്
2 പച്ചമുളക് ഇട്ടെടുക്കുന്നു. നല്ലപോലെ വേവണമെന്നില്ല, ഒരു 80% വെന്തെങ്കിൽ മതി. കാരണം നമുക്കിത് ദമ്മിടാനുണ്ട്. അപ്പോൾ ദമ്മിൽ ചിക്കൻ വേവുമ്പോൾ കൈൻ്റെയൊക്കെ ഈ അരിയും കൂടി ഫുള്ളായിട്ട് വേവാനുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്തിട്ട് ഇങ്ങനെ ഉടയണമെന്നില്ല, ഒരു 80-85% വെന്തെങ്കിൽ മതി അരി. അപ്പോൾ വെന്തിട്ടാകുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിട്ട് ആ ചിക്കൻ്റെ മസാലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടെടുക്കുമ്പോൾക്ക് കുറച്ച് ആ അരി വേവിച്ച വെള്ളം കൂടി ജസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കണം ആ ചിക്കൻ്റെ മുകളിലേക്ക്. അതൊക്കെ എടുക്കാൻ വിട്ടു അതിൻ്റെ വീഡിയോ. അപ്പോൾ ആ അരി ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഓൾറെഡി ഫ്രൈ ആക്കിയിട്ട് വെച്ച ഓണിയന്, കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഈ ഒരു ഹോൾസ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ നല്ലപോലെ ഉള്ളിലേക്ക് ആവിയും ഫ്ലേവേഴ്സ് എല്ലാം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ടിപ്സ് ആവോ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നത്, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ മൂടി ഒരു തുണി കൊണ്ട് റാപ്പാക്കിയിട്ട് എടുത്തിട്ട് നമുക്കത് നല്ലപോലെ ദമ്മിൽ അടിച്ചു വെക്കണം. ഫസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നല്ലോണം സ്ലോ ആയിട്ട് കുക്കാക്കി ദമ്മിൽ എടുക്കേണ്ടത്. ഇതങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണി. അപ്പോൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കേണ്ടത്. ദം പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് മിക്സ് ആക്കാം, മസാലയും ഈ ചോറും എല്ലാം കൂടിയിട്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും സെപ്പറേറ്റ് ആയിട്ട് ചോറ് ഒന്നും ഒട്ടി പിടിച്ചിട്ട് അല്ല ഇങ്ങനെ ഇതായിട്ടൊന്നുമില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായെങ്കിലും നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കണം.